ഒന്ന് ശമൂവേൽ ദിവസം 18-ാം അധ്യായം വായിച്ചു. 1 ശമൂവേൽ 18-ാം അധ്യായം. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ശൗൽ അന്ന് അവനെ ചേർത്തുകൊണ്ടു അവന്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ പിന്നെ അനുവദിച്ചതുമില്ല. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കൊണ്ട് അവനുമായി സഖ്യത ചെയ്തു. യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി അതും തന്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. ശൗൽ അയക്കുന്നിടത്തൊക്കെയും ദാവീദ് പോയി കാര്യാദികളെ വിവേകത്തോട് നടത്തും. അതുകൊണ്ട് ശൗൽ അവനെ പടജനത്തിന് മേധാവിയാക്കി. ഇത് സർവ്വജനത്തിനും ശൗലിന്റെ ഭൃത്യന്മാർക്കും ബോധിച്ചു. മൊത്തം വായിക്കണം. ഏകദേശം ഫുള്ള് അധ്യായം തന്നെയാണ് ചിന്തിക്കുന്നത്. ഓരോ ഭാഗങ്ങൾ ചിന്തിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നേ, അവൻ ശൗലിനോട് സംസാരിക്കുന്ന യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. ഹല്ലേലൂയ. അപ്പൊ സംസാരിച്ചു കഴിയുമ്പോൾ അവർക്കിടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം അതുണ്ട്. എന്നിട്ട് യോനാഥൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അപ്പൻ ശത്രുവാന്നറിയാവുന്നതുണ്ട്. ആദ്യം മകന്റെ ഹൃദയത്തെ ഹല്ലേലൂയ അവന്റെ ഹൃദയത്തോട് പറ്റിച്ചേരുമാനൊക്കെ എന്നിട്ട് പറയുന്നത് അവന്റെ പിതൃഭവനത്തിൽ മടങ്ങിപ്പോകാൻ പിന്നെ അല്ല. യോനാഥൻ ദാവീദ് സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കൊണ്ട് അവനുമായി സഖ്യത ചെയ്തു. യോനാഥൻ താൻ ധരിച്ച മേലങ്കൂരി അതും തന്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. ഹല്ലേലൂയ. അവിടെ സംഭവിക്കുന്ന ആക്ച്വലി ആ സ്നേഹത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഹൃദയത്തിൽ വന്ന സ്നേഹത്തിൽ ചെയ്യുന്നതാണെങ്കിലും അത് ദൈവത്തിന്റെ മുൻ നിശ്ചയപ്രകാരം നമുക്ക് മനസ്സിലാവും. കാരണം യോനാഥന്റെ വാള് അരക്കച്ച ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തെ വേലയ്ക്ക് ഇതൊക്കെ ഊരി കൊടുക്കുമ്പോൾ അടുത്ത രാജാവ് നോർമലി ആകേണ്ടുന്ന ആളാരാ? യോനാഥൻ ആകണ്ടേ, ശൗലിന്റെ മകനെ ആയതുകൊണ്ട് പക്ഷേല് ഇവിടെ കാണുന്നതെല്ലാം ഒരു ദാവീദിന് കൊടുക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ ദൈവം ഹല്ലേലൂയ യോനാഥാന്റെ മനസ്സിനെ ദാവീദിനോട് ചേർത്തിട്ട് യോനാഥൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ചാൽ അടുത്ത അധികാരം എല്ലാം എടുത്തങ്ങ് ദാവീദിന് കൊടുക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു രാജാവായിട്ട് ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും ഒരു സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ഇതൊക്കെ എന്ന് വിചാരിക്കും. ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ. ഹല്ലേലൂയ. പക്ഷേല് നമ്മൾ അറിയാത്തൊരു കാര്യം, ചില കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നില്ല, ദൈവത്തിന്റെ മുൻ നിശ്ചയപ്രകാരം സംഭവിക്കുന്നതാണ്. ഇവിടെ യോനാഥന്റെ ഹൃദയം ദാവീദിന്റെ ഹൃദയം പറ്റിച്ചേർന്ന് ഇവിടെ കാണിക്കുന്ന അരക്കച്ചയും വാളും മെൽക്കി ഇന്നലെ കാര്യം പാവം വായിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ അന്മ ഇങ്ങനെ ഇടപെടും. അപ്പൊ ഇതൊക്കെ ഊരി അവൻ കൊടുത്തെന്ന് വെച്ചാ എല്ലാം രാജ്യത്തിന് ഇൻപം ഹല്ലേലൂയ. എന്താണോ നമ്മുടെ യോനാഥാന് വരേണ്ട അധികാരം യോനാഥൻ അതെല്ലാം ദാവീദിനെ ഏൽപ്പിക്കുക. എന്നിട്ട് പറയും ഇവിടെ കാണുന്ന പിന്നെ കാണുന്ന ശൗൽ അയക്കുന്ന വില്ലും ദാവീദും ശൗൽ അയക്കുന്നിടത്തൊക്കെ ദാവീദ് പോയി കാര്യാദികൾ വിവേകത്തോടെ നടത്തും. അതുകൊണ്ട് ശൗൽ അവനെ പടജനത്തിന് മേധാവിയാക്കിയത് സർവ്വജനത്തിനും ശൗലിന്റെ ഭൃത്യന്മാർക്കും ബോധിച്ചു. ശരിക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തേണ്ടുന്ന ആള് ഹല്ലേലൂയ യോനാഥ. പക്ഷെ അവിടെയെല്ലാം ദാവീദിനെ ദൈവം ഹല്ലേലൂയ അതെല്ലാം ചെയ്യാനായിട്ട് നിയോഗിക്കുന്നത്. അവിടെ അടുത്ത വായിക്കുക സിസ്റ്റർ. 6 തുടങ്ങിയിട്ട് നമ്മുടെ പ്രധാന വിഷയം വരികയാണ്. ഹല്ലേലൂയ. ദാവീദ് ഫെലിസ്തീനെ സംഹരിച്ച ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രയേലിലെ പട്ടണങ്ങളിൽ നിന്നൊക്കെയും സ്ത്രീകൾ പാടിയും നൃത്തം ചെയ്തും കൊണ്ട് തപ്പും തമ്പുരുവുമായി സന്തോഷത്തോടെ ശൗൽ രാജാവിനെ എതിരേറ്റു ചെന്നു. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പാടി. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്ക് അവന് അനിഷ്ടമായി. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജ്യത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞു, ദാവീദോ 10,000 പതിവ് പോലെ കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. ശൗലിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ചുകൊണ്ട് ശൗൽ കുന്തം ചാടി. എന്നാൽ ദാവീദ് 2 പ്രാവശ്യം അവന്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു. യഹോവ ദാവീദിനോട് കൂടെ ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തതുകൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. അതുകൊണ്ട് ശൗൽ അവനെ
തന്റെ അടുക്കൽ നിന്ന് മാറ്റി സഹസ്രാധിപനാക്കി. അങ്ങനെ അവൻ ജനത്തിന്റെ നായകനായി പെരുമാറിപ്പോന്നു. ദാവീദ് തന്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ ഏറ്റവും വിവേകത്തോടെ നടക്കുന്നു എന്ന് ശൗൽ കണ്ടിട്ട് അവങ്കിൽ ആശങ്കിതനായി തീർന്നു. എന്നാൽ ദാവീദ് ഇസ്രയേലിനും യഹൂദയ്ക്കും നായകനായി പെരുമാറിയത് കൊണ്ട് അവരൊക്കെയും അവനെ സ്നേഹിച്ചു. സ്തോത്രം. അനന്തരം ശൗൽ ദാവീദിനോട്, എന്റെ മൂത്ത മകൾ മേരബുണ്ട്. ഹല്ലേലൂയ. ദാവീദ് ഫെലിസ്തീനെ സംഹരിച്ച ശേഷം മടങ്ങി വരുമ്പോൾ ഇസ്രായേൽ പട്ടണത്തിൽ നിന്ന് ഈ സ്ത്രീകൾ പാടി നൃത്തം ചെയ്തു തപ്പും തമ്പുരുമായി സന്തോഷത്തെ ശൗൽ രാജാവിന് എതിരേറ്റു. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ശൗൽ 1000 കൊന്ന് ദാവീദ് 10,000 എന്ന് പാടി. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ച് ഈ വാക്ക് അവന് അനിഷ്ടമായി. അവർ ദാവീദിന് 10,000 കൊടുത്ത് എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ, രാജ്യത്വമല്ല അവന്റെ കിട്ടുവാൻ എന്തുകൂടി എന്ന് അവൻ പറഞ്ഞു. അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഹാലേലൂയ നമുക്കറിയാം ശൗല് ദാവീദ് എന്താ ചെയ്തത്? ശൗലിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ ഇവിടെ മറ്റുള്ളവർ അത് പാടി പുകഴ്ത്തുന്ന കേട്ടപ്പോഴാണ് ശൗലിന് കണ്ണുകടി തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ അസൂയ എന്ന് പറയുന്ന സാധനം, കണ്ണുകടി എന്ന് പറയുന്ന സാധനം എവിടെ നിന്ന് വരുന്നു വെച്ചാൽ ഒരാള് മറ്റൊരാളെ കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കുമ്പോഴാണ് വരുന്നത്. മനസ്സിലായില്ലേ? സാറാമ്മ സിസ്റ്റർ ഇപ്പം കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കില് സാധാരണ ആൾക്കാർക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഞാനാണെങ്കിൽ നാവിടെക്കുമ്പോഴെല്ലാം സാറാമ്മ സിസ്റ്റർ അങ്ങനെയാണ്, സാറാമ്മ സിസ്റ്റർ ഇങ്ങനെ, സാറാമ്മ സിസ്റ്റർ ഇത് ചെയ്തു അത് ചെയ്തു നല്ലതാന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് കണ്ണ് കടിഹാലിലെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്ന കേൾക്കുമ്പോഴാ പ്രശ്നം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ചിലപ്പം അറിയാമെങ്കിൽ ഉള്ളിൽ വലിയ പ്രശ്നം ഇല്ലാതെ അങ്ങോട്ട് ഇരിക്കും. പക്ഷെ ഇത് എന്ന് വെച്ചാൽ എന്താ കാണുന്നത് വെച്ചാൽ നമ്മളെക്കാട്ട് കേമരായിട്ട് മറ്റുള്ളവർ ആയിത്തീരുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നത്, കാണുമ്പോൾ മാത്രമല്ല മറ്റുള്ളവർ പറയുമ്പോൾ അല്ലെ പാടി പുകഴ്ത്തുമ്പോൾ അതൊട്ടും സഹിക്കാൻ പറ്റാത്ത വിഷയമാണ് കണ്ണുകടി എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കണ്ണുകടി എവിടെ തുടങ്ങി? ഞാൻ ഇത്ര നാൾ വെച്ച് ഉൽപ്പത്തിയിലാണ് കണ്ണുകടി തുടങ്ങിയത്. പക്ഷേ ദേവദാസനോട് സംസാരിച്ചു കണ്ണുകടി അവിടെയല്ല തുടങ്ങിയത്, അങ്ങ് സ്വർഗത്തിലെ ഹാലേലിയ നമ്മുടെ ഇപ്പോഴത്തെ ഊടായിട്ട് സഞ്ചരിച്ച് നടക്കുന്ന കക്ഷിക്ക് അന്ന് അവിടെ വെച്ച് തുടങ്ങിയായിരുന്നു കണ്ണുകടി. ഹാലേലൂയ. അവിടുന്ന് അത് കാരണം ഇങ്ങോട്ട് താഴേക്ക് വീണ കണ്ണുകടി വെച്ച് വന്നപ്പോ അസൂയ നെഗളം വരുമ്പോഴും അസൂയം വരുമല്ലോ. ഈ പറഞ്ഞ ഞാൻ അതിനെക്കാട്ടി വലുതാകണം, എനിക്ക് മറ്റുള്ളവരെക്കാട്ടി ക്യാമറാകണമെന്ന് ചിന്തിക്കുന്ന എടുത്താണ്. അപ്പൊ നമ്മളെക്കാട്ടി നല്ലതും വല്ലതും ചെയ്യുമ്പോൾ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം വരുന്ന വെച്ചാൽ അതാണ് അസൂയയും നെഗളും എല്ലാം കൂടെ രണ്ടും കൂടെ ഒന്നിന്റെ ബൈ പ്രോഡക്റ്റ് എന്ന സംഭവമാണ്. അല്ല, പിന്നീട് നമുക്കറിയാം കയീനും ഹബീലും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതും അസൂയാണ്. ഹാലയിൽ എന്ത് പറ്റി? ദൈവം ഹാബേലിൽ അവന്റെ യാഗത്തിൽ പ്രസാദിച്ചു. അതുകൊണ്ട് അവിടെ തുടങ്ങി ഹാലയിൽ. പിന്നെ ഇങ്ങോട്ട് കാണുമ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും ഹാലയിൽ വരുന്നു. ഇവിടെ ശൗലും ദാവീദ് എന്താ ചെയ്തത്? ദാവീദ് നല്ല കാര്യങ്ങളാണ് ചെയ്തത്. പക്ഷെ ശൗലിന് കണ്ണുകടി തുടങ്ങി. ഹാലയിൽ. പിന്നെ ഇങ്ങോട്ട് വന്ന് നമുക്കറിയാം യേശു കർത്താവിനെ കൃഷിച്ചതുപോലെ യഹൂദന്മാർക്ക് അസൂയ നിമിത്തം ഏൽപ്പിച്ചു കൊടുത്തെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു ദുരാത്മ ശക്തി ഹാലേലിയ ഇന്നും നമുക്കിടയിൽ സഭയ്ക്കുള്ളിൽ വിശ്വാസികൾക്കിടയിൽ ഹാലേലിയ വളരെ പവർഫുള്ള് വ്യാപരിച്ചുകൊണ്ട് ഒരു ദുരാത്മാവാണ്. ഒരു മനുഷ്യൻ തകർത്ത് കളയാൻ തക്കവണ്ണം, മുടിച്ചു കളയാൻ തക്കവണ്ണം ഹാലേലിയ വ്യാപരിക്കുന്ന സംഭവമാണിത്. ഹാലേലിയ. ഇവിടെ കണ്ണുകടി ഇവിടെ നമ്മൾ കാണുന്നത് ശൗലിന് ദാവീദിന് കണ്ണുകടി തുടങ്ങി. പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. അപ്പൊ കണ്ണുകടി അല്ലെങ്കിൽ അസൂയ ഒരുവനിൽ ഉണ്ടെങ്കിൽ അവനിൽ ദുരാത്മാവുണ്ട്. അപ്പൊ തന്നെ ദുരാത്മാവ് അവനെ ഹാലേലി അവന്റെ മേൽ ഇവിടെ കാണുന്ന ദുരാത്മാവ് അവന്റെ മേൽ വന്നു. ഹാലേലി. ഇത് തന്നെ ഒരു അസൂയ എന്ന് പറയുന്നത് ദുരാത്മാവ് അല്ലെങ്കിൽ ജഡത്തിൻ്റെതായ ഒരു സ്വഭാവമാണ് നമുക്കറിയാം. ഹാലേലിയ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരാൾക്ക് അസൂയ ഉള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവന്റെ മേൽ ദുരാത്മാവ് വരും. എവിടുന്നാ വരുന്നത്? ദൈവം തന്നെ അയക്കും ദുരാത്മാവിന്. ഞാൻ ചോദിക്കുക, ദുരാത്മാവ് വേറെടുത്തൊന്നും കയറി പിശാച് കാണാതെ വന്ന് കയറത്തൊന്നുമില്ല. ദുരാത്മാവിന് അനുവദിച്ചു കൊടുക്കുന്ന ദൈവമാണ്. ശൗലിന്റെ മേൽ ദുരാത്മാവിനെ അനുവദിച്ചു കൊടുത്ത ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ശൗലിൻ പിറ്റേന്ന് ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള, എവിടെ നിന്ന് വന്നെന്ന് പറഞ്ഞ? പിശാചിന്റെ പക്കൽ നിന്നല്ല, ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. പലരും പറയാറുണ്ട് ദൈവം ദുരാത്മാക്കളെ ഒന്നും അയക്കത്തില്ല, ദുരാത്മാവെല്ലാം പിശാചിന്ന. ഓക്കെ, സംഭവം പിശാചിൻ തന്നെ, പക്ഷെ ദുരാത്മാവിനെ അയച്ചത് ഇവിടെ ദൈവമാണ്. കൃത്യമായി എഴുതിയിട്ടുണ്ട്. കാലില്ലേ. അപ്പൊ നമ്മൾ പിശാചിനെ കുറ്റം കൊണ്ട് കാര്യമൊന്നുമില്ല കേട്ടോ.
നമ്മൾ അസൂയൊക്കെ വെച്ചോണ്ട് കുശുമ്പും കുന്നായ്മയൊക്കെ വെച്ചോണ്ടിരുന്നിട്ട് ഹല്ലേലൂയ ദുരാത്മാവ് വന്ന് കയറി കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കർത്താവെ നീ എന്തിനാ എന്നാലും എന്നോട് ഇത് ചെയ്ത് എന്തിനാ ഇങ്ങനെ അയച്ചതെന്നൊക്കെ ചോദിക്കരുത്. കാരണം പിശാചിനോട് നമ്മൾ പറയും, പിശാച് നീ എന്തിനാ വന്നതെന്ന് ചോദിക്കരുത്. കാരണം പിശാചല്ല, ദൈവം തന്നെ നമ്മുടെ മേൽ ദുരാത്മാവിനെ അയക്കും. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തികൾ നല്ലതല്ലെങ്കിൽ ദൈവം നമ്മുടെ മേൽ ദുരാത്മാക്കളെ അയക്കാറുണ്ട്. ഹല്ലെ. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞു ദാവീദ് പതിപോലെ കിന്നരം വായിച്ചപ്പം ദുരാത്മാവ് വന്നപ്പോ എന്താ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ഈ ദുരാത്മാവ് എങ്ങനെയാലും ശത്രുവിനെ കൊല്ലണമെന്ന് ഉള്ളൊരു തോന്നലായിരിക്കും ഹൃദയത്തിൽ വരുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നേ, അമ്മേ ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ച് ശൗൽ കുന്തം ചാട്ടി. എന്നാൽ ദാവീദ് 2 പ്രാവശ്യം അവന്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു. യഹോവ ദാവീദിനോട് കൂടി ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തിട്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ ശൗലിന്റെ മേൽ വല്ലാത്തൊരു ഭയം വരാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്താ? അസൂയ നിമിത്തം അവിടെ പാടിയപ്പോ തന്നെ പ്രശ്നമായി. പാടിയപ്പോ തന്നെ വിചാരിച്ചു ദൈവം ഇനി എന്റെ രാജ്യത്തും അല്ലാതെ ഒന്നുമില്ല ഇവന് കൊടുക്കാനുണ്ട്. ആൾക്കാരെല്ലാം ഇവനെ എടുത്ത് തല വെച്ച് കഴിഞ്ഞപ്പം ഹല്ലേലൂയ. അപ്പൊ അവിടെ വെച്ച് ഈ ഭയം വന്ന് നമ്മള് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വ്യക്തമായി വായിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം ഹല്ലേലൂയ വർദ്ധിച്ച് പെരുകുന്ന കണ്ടിട്ട് ഫറവോൻ ഭയപ്പെട്ടു. ഫറവോൻ ഭയപ്പെട്ടപ്പോ എന്ന് വെച്ചാൽ അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇവിടെ ശൗലിന്റെ മേലൊരു വല്ലാത്ത ഭയം വരികയാണ് ദാവീദിനെ കുറിച്ച്. കാരണം എന്താ? ദൈവത്തിന്റെ ആത്മാവ് ദാവീദിനോട് കൂടി ഉണ്ട്. ഹല്ലേലൂയ എന്ന് മനസ്സിലായപ്പോൾ ദാവീദ് ചെല്ലുന്നിടത്തെല്ലാം ജയിക്കാൻ തുടങ്ങിയപ്പോൾ, ചെല്ലുന്നിടത്തെല്ലാം ഹല്ലേലൂയ ഓരോ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാം ശൗലിന് വല്ലാത്ത ഭയം തോന്നി. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ അവിടെ എന്തുകൊണ്ടാ ഭയപ്പെട്ടെന്ന് വെച്ചാൽ, ശൗല് ഭയപ്പെടാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോ അകാരണമായ ഭയം വരുന്നെങ്കിൽ എന്താ കാരണം വെച്ചാൽ, ഒന്നിൽ അവന്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ദോഷമുള്ളതായിരിക്കും. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമുള്ള ഒരു ദുരാത്മാവ് കയറുമ്പോഴൊക്കെ ഭയം വരും. ദുരാത്മാവ് തന്നെ, ഭയത്തിന്റെ ആത്മാവ് തന്നെയാണ് ദുരാത്മാവ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ ഭയപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത കാണുന്നത്, ദാവീദ് തന്റെ എല്ലാ വഴിയും വേഗത്തോടെ എന്താണ് യഹോവ അവനോട് കൂടി ഉണ്ടായിരുന്നു. അപ്പം ദാവീദ് തന്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ശലോമോൻ പ്രാർത്ഥിച്ചെന്താ? ദൈവം ചോദിച്ചു നിനക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ശലോമോൻ പറഞ്ഞെന്താ? ജ്ഞാനവും വിവേകവും വേണം. ഹല്ലേലൂയ. നമുക്ക് വിവേകമില്ലാതായി കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ആരും പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത്, ദൈവത്തിന്റെ വചനം തന്നെയുണ്ട്, മനുഷ്യ വിവേകഹീനനായിപ്പോയി കഴിഞ്ഞാൽ നശിച്ചു പോകുന്ന മൃഗത്തെക്കാട്ടി കഷ്ടമാണെന്നല്ലേ? കാരണം മനുഷ്യന് വിവേകമില്ലെങ്കിൽ ഹല്ലേലൂയ എവിടെ എന്ത് പറയണമെന്ന് അറിയത്തില്ല, എങ്ങനെ പെരുമാറണം, ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കാണുന്നവരോടെല്ലാം ഇത് പറയത്തില്ല. എന്തുകൊണ്ടാ പറയാത്തത്? നമുക്കൊരു വിവേകം ദൈവം തന്നിട്ടുണ്ട്. ചിലതൊക്കെ പറയാവുന്നിടത്ത് മാത്രമേ പറയാൻ പാടുള്ളൂ. എല്ലാവരോടും ഇത് പറയാൻ പാടില്ല എന്നൊക്കെ ഹല്ലേലൂയ നമുക്കൊരു വിവേകം ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ഹല്ലേലൂയ വിവേകത്തോടെ, അപ്പൊ അവിടെ പറഞ്ഞ ദാവീദ് സകലയിടത്തും ഹല്ലേലൂയ എന്താ പറയാ, വിവേകത്തോടെ നടന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളോടൊക്കെ എപ്പോഴും പറയും, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാത്തിനും ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ആത്മാവിനെ തരണമെന്ന് തന്നെ പ്രാർത്ഥിക്കണം. കാരണം കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും ഹല്ലേലൂയ ബെല്ല് പോയ ബ്രേക്ക് പോയ സൈക്കിള് പോലെ ചെന്ന് പലതും പോയി പറഞ്ഞ് വായിന്നൊക്കെ ഇടിച്ച് പോയി നിൽക്കാറുണ്ട്. കാരണം വെച്ചാൽ അവരറിയില്ല. അവർ വായി തുറന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം അവർ ചിന്തിക്കുന്ന നമ്മളിപ്പോ വലിയ മനുഷ്യരൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ കാര്യത്തിൽ കണക്കാണ്. പക്ഷെ എന്നാലും നമ്മളൊരു കാര്യം ഒരാൾ പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക, എന്താ പറയാൻ പോകുന്നതെന്നെങ്കിലും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇത് പറഞ്ഞ എന്ത് ഭവിഷ്യത്തുണ്ടാവുന്നൊക്കെ. പക്ഷെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല, അവർ വായന്ന് അങ്ങനെ വിളിച്ചു പറയും. പക്ഷെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അതിന്റെ വരും വരായികൾ അറിയില്ല. അത് കേൾക്കുന്നവർക്ക് എങ്ങനെയായിരിക്കും അവർ വേദനിപ്പിക്കൊന്നും അറിയില്ല. അവർ പെട്ടെന്ന് വായി തോന്നുന്ന അങ്ങോട്ട് വിളിച്ചു പറയുന്നത്. പക്ഷെ കുഞ്ഞുങ്ങളോടെല്ലാം എന്നോട് സംബന്ധിച്ച് ഈയിടെയായിട്ട് എന്നോട് കുറേ കുഞ്ഞുങ്ങൾ വിളിക്കാറുണ്ട്. പരീക്ഷയൊക്കെ ഉണ്ട്, എക്സാമിന് പേടിയൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ പലരും വിളിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരെല്ലാം ഞാൻ പറയും, നിങ്ങൾക്ക് ദൈവത്തിന്റെ ജ്ഞാനവും വിവേകവും തരാൻ വേണ്ടി ശലോമോൻ പ്രാർത്ഥിച്ച പോലെ പരിജ്ഞാനം മറിച്ച് എല്ലാം പിന്നീട് ഹല്ലേലൂയ. കാരണം ഒരു വിവേകം ഉണ്ടെങ്കിൽ അവർക്ക് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ അവർ എങ്ങനെ നടക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം. ഇത് ഇവിടെ നമ്മൾ ദാവീദിനെ കുറിച്ച്, ദാവീദിനെ ആരെങ്കിലും പഠിപ്പിച്ചതാണോ ചോദിച്ചാൽ അല്ല. ദാവീദ് എവിടെ നിന്ന് പഠിച്ചത്? ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ ദാവീദ് ഹല്ലേലൂയ എല്ലായിടത്തും വിവേകത്തോടെ പെരുമാറും. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവർ തന്നെ ഹല്ലേലൂയ. നമുക്ക് എന്റെ ആത്മാവ് തന്നെ എക്സാമ്പിൾ. ഹല്ലേലൂയ. ദൈവാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം, പരിശുദ്ധനും അഭിഷേകം പ്രാപിച്ച ശേഷം ക്യാരക്ടറിലൊക്കെ ഒരുപാട് മാറ്റം വന്നു.
സംസാരത്തിലാണെങ്കിലും നടപ്പിലാണെങ്കിലും കൂട്ടുകെട്ടിലാണെങ്കിലും ഒക്കെ ഒരുപാട് മാറ്റം. കാരണം വെച്ചാൽ വിവേകം വന്നു, ആത്മാവ്. അതുകൊണ്ട് ജ്ഞാനത്തിലും വിവേകത്തിലും അമ്മ ഇവിടെ പറയുന്ന തന്റെ വഴികളിലെല്ലാം അമ്മ ദാവീദ് ഇവിടെ പറയുന്ന ദാവീദ് തന്റെ എല്ലാ വഴികളിലും. അപ്പൊ നമ്മൾ എവിടെയൊക്കെ വഴി ഞാൻ പറയാറ്, ചില ആൾക്കാർ ചർച്ചയിൽ പോകുമ്പോൾ നല്ല വിശുദ്ധരാണ്. സ്കൂളിൽ പോകുമ്പോൾ നല്ല അനുസരണമുള്ള മക്കളാണ് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴൊക്കെ. പക്ഷേങ്കില് ഇവര് വീട്ടിലെങ്ങനെയാ, കൂട്ടുകാരുടെ ഇടയിൽ എങ്ങനെയാ, നമ്മുടെ കാര്യത്തിലല്ല, സഭയിൽ പോകുമ്പോൾ നമ്മള് എല്ലാവരും പെർഫെക്റ്റാണ്. വീട്ടിലെങ്ങനെയാ ചില പാസ്റ്റേഴ്സ് ഒക്കെ പറയാറുണ്ട്, ശരിക്കും എന്താ പറയാ, അമ്മച്ചിയുടെ സൗണ്ട് ഒക്കെ കറക്റ്റായിട്ട് സിസ്റ്ററിന്റെ സൗണ്ട് ഒക്കെ കേൾക്കണമെങ്കിൽ നമ്മൾ പറയാതൊക്കെ വീട്ടിലേക്ക് ചെന്നാൽ കേൾക്കാം. അവിടത്തെ കേൾക്കുന്ന സൗണ്ട് ഒക്കെ. പക്ഷെ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഹല്ലേലിയ സ്തോത്രമൊക്കെ പറഞ്ഞ സൗണ്ട് ഒന്നും പുറത്തോട്ട് വരുന്നില്ല. ഹല്ലേലിയ ശരിക്കുള്ള സൗണ്ട് അറിയണേ, മിണ്ടാതെ പറയാതെ നമ്മൾ നേരത്തെ മുൻകൂട്ടി അറിയിക്കാതെ വീട്ടിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. കഴിഞ്ഞ 5 ദിവസം എനിക്ക് വിജയപാസ് പറഞ്ഞ എനിക്ക് ഓർമ്മ വന്നു. ഹല്ലേലിയ ചെന്നപ്പോൾ അമ്മച്ചി അച്ചാച്ചനെ ഒക്കെ ഓടുക അവിടെ. ഹല്ലേലിയ. കാരണം ഓടുന്നത് കാര്യം മനസ്സിലായില്ല. പിന്നീട് പ്രാർത്ഥിച്ചു ദൈവാത്മാവ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായ അച്ചാച്ചനിട്ട് അടിക്കാൻ വേണ്ടി അമ്മച്ചിട്ട് ഓടിച്ചത്. അമ്മച്ചി സ്ഥിരമായിട്ട് പുള്ളിക്കാരനെ തല്ലുമായിരുന്നു. ഇത് ദൈവാത്മാവ് പലപ്പോഴും വെളിപ്പെടുത്തും. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഷിജുപാസ്റ്റ് ശുശ്രൂഷ അത് അവിടെ പറഞ്ഞ പുള്ളിക്കാരി അന്യഭാഷ വ്യാഖ്യാനിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു സിസ്റ്റർ നോക്കുമ്പോ ഭയങ്കര അന്യഭാഷ, ഭയങ്കര കയ്യടിയും തുള്ളലൊക്കെ ഫ്രണ്ട്. അപ്പൊ ഈ അടുത്ത് ചെന്നത് അങ്ങനെ ചെവിയിൽ ചെന്നിട്ട് പറഞ്ഞു, പരിജ്ഞാനം തന്നെ ദൈവം പറഞ്ഞ ആന്റി തന്നെ ഇപ്പൊ വിളിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാവിലെ ഭർത്താവിനെ അടിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ആണ് അന്യഭാഷയോടെ കിടന്ന് കൈവിട്ട്. അപ്പൊ പിന്നെ ആന്റിയുടെ കൈകൊട്ടൽ ആരാധനയ്ക്ക് എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇത് പരിശുദ്ധാത്മ സകലതും കാണുന്നുണ്ട്. പല ദൈവദാസന്മാരും പറയാം, ഈ അന്യഭാഷ വ്യാഖ്യാനികൾ ഇന്ന് നമ്മുടെ ഇടയിൽ ഇല്ലാത്ത വലിയ ഭാഗ്യം കേട്ടോ. കാരണം ഉണ്ടെങ്കിൽ ഒരു ദിവസം വർഷിപ്പ് ചെയ്യുന്നൊരു പയ്യൻ ഭയങ്കര വർഷിപ്പ്. ഹല്ലേലൂയ. എന്നോട് വിജയപാസ് തന്നെ പറഞ്ഞു, വിജയപാസ് അവിടെ ഇരിക്കുമ്പോ അവൻ വീട്ടിൽ നിന്ന് പോരുമ്പോ അന്യഭാഷ പറയേണ്ട വായുണ്ട്, അന്യായ ഭാഷ പറഞ്ഞിട്ട് വന്ന് ആരാധിക പരിശുദ്ധാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോ ചെന്ന് പിടിച്ചു. സംസാരിച്ചു. അതോടെ ആമേ തെറ്റ് മനസ്സിലാക്കി ഏറ്റു പറയാൻ പിന്നീട് നല്ലോണം അത് ശുശ്രൂഷയിലൊക്കെ ഒരുപാട് നല്ല അനുഭവത്തിൽ വരാൻ കാരണമാണ്. അപ്പൊ ഇവിടെയൊക്കെ നമുക്കൊരു വിവേകം വേണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ കൂടെ ആരോട് പറഞ്ഞു, പണ്ടൊരു ദേവദാസൻ പറഞ്ഞ കാര്യമാണ്. നമ്മൾ ശുശ്രൂഷയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷയിലും വിശ്വാസത്തിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ നമ്മൾ നടക്കുന്ന വഴി വിവേകത്തോടെ നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇത് നോക്കിക്കൊണ്ട് ദുരാത്മ ശക്തികൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. പണ്ടൊരു ദേവദാസൻ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് തൊട്ടടുത്ത കടയിൽ ചെന്ന് നല്ല പഴംപൊരി ഉണ്ടാക്കുന്ന കാരണം പുള്ളിക്ക് ഒരു കൊതു തോന്നി. പുള്ളി ഒരു ചായയോട് ഒരു പഴംപൊരിയും കൂടെ മേടിച്ച് കഴിച്ചു. കഴിഞ്ഞ് പുള്ളി യോഗ സ്ഥലത്ത് വന്നിട്ട് ഒരു പിശാചിനെ ശാസിച്ച് ഭൂതത്തെ ശാസിച്ച് ഭൂതം പറഞ്ഞു, നീ ഇപ്പൊ പഴംപൊരിയും ചായയും കഴിച്ചിട്ട് വന്നതല്ലേ എന്ന് ചോദിച്ചു. കാരണം ഫാസ്റ്റിംഗ് ആയിട്ട് പോയി പഴംപൊരിയും ചായയും കഴിച്ചതല്ലേ എന്ന പിശാച് ചോദിച്ചു. അപ്പം ദേവദാസൻ വെച്ച് വെളുപ്പാടുള്ള പുള്ളി പറഞ്ഞ്, ഞാൻ പഴംപൊരിയും കഴിക്കും പരിപ്പൊടയും കഴിക്കും, നിനക്ക് അതുകൊണ്ട് എന്താ കാര്യം, നീ വിട്ടുപോകാൻ പറഞ്ഞു ശാസ്ത്രി. പക്ഷേ ഇത് മറന്നു പോകരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ രഹസ്യത്തിൽ ചെയ്യുന്നതൊക്കെ കാണുന്ന പിശാച് എവിടെ ഇത് അവൻ നമ്മൾക്കിടയിൽ പരസ്യമാക്കാതിരിക്കണമെങ്കിൽ വിവേകത്തോടെ നടക്കാൻ പഠിക്കണം. ദാവീദ് ഇവിടെ വിവേകത്തോടെ നടന്ന ആ വിവേകത്തോടെ നടക്കാൻ തുടങ്ങുമ്പം ശത്രു നമ്മളെ ഭയപ്പെടും. അപ്പൊ നമുക്ക് എന്താ ആദ്യം ശത്രു ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മളെ ജ്ഞാനത്തോടും വിവേകത്തോടും നടക്കാനായിട്ട് അനുവദിക്കാത്ത രീതി വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നമ്മളെ അതിൽ നിന്ന് വീഴ്ത്തിക്കളയാൻ നോക്കും. എന്നാൽ മാത്രമേ ശത്രുവിനെ നമ്മളെ ജയിക്കാൻ കഴിയും. പക്ഷെ നമ്മൾ അതൊന്നും വിട്ടുമാറാതെ ദൈവം തന്ന ദൈവം ഏൽപ്പിച്ച ദൈവം തന്ന വഴിയിലൂടെ പരിശുദ്ധാത്മയുടെ വാക്ക് കേട്ട് അനുസരിച്ച് നടക്കുകയാണെങ്കിൽ അറിയാണ്ട് ശത്രു നമ്മളെ ഭയപ്പെട്ടു തുടങ്ങും. നമുക്കൊരൊറ്റ ശത്രുവേ ഉള്ളൂ, അത് പിശാചാണെന്ന് നമുക്കറിയാം. പക്ഷെ പിശാജ് എപ്പോഴും നമ്മളെ തെറ്റിച്ച് കളയാൻ നോക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ തെറ്റിൽ വീണ അവന് നമ്മളുടെ മേൽ എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വിവേകത്തോട് നടക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അവന് നമ്മുടെ മേൽ എടുക്കാൻ പറ്റത്തില്ല. ലൂയ. അപ്പം ഒരു കാര്യം നമ്മൾ ഇവിടുന്ന് കണ്ടത്, വിവേകത്തോടെ നടക്കാൻ പഠിക്കണം. എല്ലാ വഴികളിലും വിവേകത്തോടെ നടക്കണം. ആദ്യത്തത് അസൂയ വന്ന കാര്യം പറഞ്ഞു. ശൗലിന് അസൂയ വരാൻ കാര്യം എന്താ? സംഭവമൊക്കെ അങ്ങനെയൊക്കെയാ. ദാവീദ് നന്നായിട്ട് യുദ്ധം ചെയ്ത് ദാവീദ് തോൽപ്പിക്കുകയൊക്കെ ചെയ്ത് ശൗലിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കില്
മറ്റുള്ളവർ ഇത് ഏറ്റ് പാടുന്ന കേട്ടപ്പോൾ, ആമേൻ, ദാവീദിനെ പുകഴ്ത്തുന്ന കേട്ടപ്പോൾ, ഹല്ലേലൂയ, അപ്പോഴാണ് ഈ സാധനം പുറത്തേക്ക് വന്നത്. ഇത് പുറത്തേക്ക് വന്ന ഉടനെ എന്ത് പറ്റുന്നത്? ദുരാത്മാവ്, ദൈവം ദുരാത്മാവിനെ കൂടെ അയച്ചു കൊടുത്തു. പിന്നെ ബോധമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേ, അങ്ങനെ ആമേ അസൂയ വന്നപ്പോൾ, കണ്ണുകടി വന്നപ്പോൾ ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്ന്. പക്ഷേ ദാവീദ് ജ്ഞാനത്തോടും വിവേകത്തോടും നടക്കുന്നപ്പം ദൈവം കൂടുതൽ ഹല്ലേലൂയ ദാവീദിനെ ബലപ്പെടുത്താനും കൊടുത്തു തുടങ്ങിയപ്പോൾ ആമേ ശൗല് അറിയാണ്ട് ഹല്ലേലൂയ എന്താ പറയുക, ദാവീദിനെ ഭയപ്പെടാൻ തുടങ്ങി. അപ്പൊ നമ്മളും ജ്ഞാനത്തോടും ദൈവം തന്ന ജ്ഞാനത്തിലും വിവേകത്തിലും നടന്നാൽ മാത്രമേ ശത്രു നമ്മളെ ഭയപ്പെടത്തുള്ളൂ. അല്ല നമുക്ക് തോന്നിയ പോലെ നടന്ന ശത്രുവിന് നമ്മളോടുള്ള ഭയം മാറും. ശത്രു നമ്മളെ ഭയപ്പെടത്തില്ല എന്ന് മനസ്സിലാക്കി. ബാക്കി വായിക്കാവോ സിസ്റ്ററെ? മൊത്തം വായിക്കണ്ട അത്. പിന്നെ എന്താ പറയാ, നേരത്തെ ശൗല് വരുന്ന കാര്യങ്ങളൊക്കെ നോക്കുവാണ്. അനന്തരം ശൗൽ ദാവീദിനോട്, വായിച്ചോ. എന്റെ മൂത്ത മകൾ മേരബുണ്ടല്ലോ, ഞാൻ അവളെ നിനക്ക് ഭാര്യയായി തരും. നീ ശൂരനായി എനിക്ക് വേണ്ടി യഹോവയുടെ യുദ്ധങ്ങൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. എന്റെ കൈയല്ല, ഫിലിസ്തരുടെ കൈ അവന്റെ മേൽ വീഴുവാൻ സംഗതി വരട്ടെ എന്ന് ശൗൽ വിചാരിച്ചു. ദാവീദ് ശൗലിനോട്, രാജാവിന്റെ മരുമകനായിരിക്കാൻ ഞാനാർ? ഇസ്രയേലിൽ എന്റെ അസ്മാദികളും എന്റെ പിതൃഭവനവും എന്തുള്ളൂ എന്ന് പറഞ്ഞു. ശൗലിന്റെ മകളായ മേരബിനെ ദാവീദിന് കൊടുക്കേണ്ടിയിരുന്ന സമയത്ത് അവളെ മെഹോലാത്തിനായ അദ്രിയേലിന് ഭാര്യയായി കൊടുത്തു. ശൗലിന്റെ മകളായ മീഖളോ ദാവീദിനെ സ്നേഹിച്ചു. അത് ശൗലിന് അറിവ് കിട്ടി, കാര്യം അവനിഷ്ടമായി. അവൾ അവന് ഒരു കെണിയായിരിക്കേണ്ടതിനും ഫിലിസ്ത്യരുടെ കൈ അവന്റെ മേൽ വീഴേണ്ടതിനും ഞാൻ അവളെ അവന് കൊടുക്കും എന്ന് ശൗൽ വിചാരിച്ചു. ദാവീദിനോട്, നീ 2-ാം പ്രാവശ്യം എനിക്ക് മരുമകനായി തീരണം എന്ന് പറഞ്ഞു. പിന്നെ ശൗൽ തന്റെ ഭൃത്യന്മാരോട്, നിങ്ങൾ സ്വകാര്യ ദാവീദിനോട് സംസാരിച്ചു, ഇതാ രാജനെ സ്നേഹിക്കുന്നു, ആകയാൽ നീ രാജാവിന്റെ മരുമകനായി തീരണം എന്ന് പറവീൻ എന്ന് കൽപ്പിച്ചു. ശൗലിന്റെ ഭൃത്യന്മാർ ആ വാക്ക് ദാവീദിനോട് പറഞ്ഞാറേ, ദാവീദ് രാജാവിന്റെ മരുമകനാകുന്നത് അല്പകാര്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ഞാൻ ദരിദ്രനും എളിവനുമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ശൗലിന്റെ ഭൃത്യന്മാർ ദാവീദ് ഇപ്രകാരം പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു. അതിന് ശൗൽ, രാജാവിന്റെ ശത്രുക്കൾക്ക് പ്രതികാരമാകുവാൻ തക്കവണ്ണം ഫിലിസ്ത്യരുടെ 100 അഗ്രഹമല്ലാതെ രാജാവ് യാതൊരു സ്ത്രീധനവും ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ നിങ്ങൾ ദാവീദിനോട് പറയണം എന്ന് കൽപ്പിച്ചു. ഫിലിസ്ത്യരുടെ കയ്യാൽ ദാവീദിനെ വീഴുമാറാക്കണമെന്ന് ശൗൽ കരുതിയിരുന്നു. ഭൃത്യന്മാർ ദാവീദിനോട് ഈ വാക്ക് അറിയിച്ചപ്പോൾ രാജാവിന്റെ മരുമകനാകുവാൻ ദാവീദിന് സന്തോഷമായി. അവധി കഴിയുന്നതിന് മുമ്പേ ദാവീദും അവന്റെ ആളുകളും പുറപ്പെട്ടു എന്ന് ഫിലിസ്ത്യരിൽ 200 പേരെ കൊന്നു. അവരുടെ അഗ്രഹർമ്മം കൊണ്ടുവന്നു താൻ രാജാവിന്റെ മരുമകനാകേണ്ടതിന് രാജാവിന് എണ്ണം കൊടുത്തു. ശൗൽ തന്റെ മകളായ മീഖലിനെ അവന് ഭാര്യയായി കൊടുത്തു. യഹോവ ദാവീദിനോട് കൂടെ ഉണ്ടെന്നും ശൗലിന്റെ മകളായ മീഖൾ അവനെ സ്നേഹിച്ചു എന്നും ശൗൽ കണ്ടറിഞ്ഞപ്പോൾ ശൗൽ ദാവീദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു. ശൗൽ ദാവീദിന്റെ നിത്യശത്രുവായി തീർന്നു. എന്നാൽ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോഴൊക്കെയും ദാവീദ് ശൗലിന്റെ സകല ഭൃത്യന്മാരെക്കാളും കൃതാർത്ഥനായി തീർന്നു. അവന്റെ പേർ വിസ്തൃതമായി തീർന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അടുത്തത് ആമേൻ, ശൗലിന്റെ പർപ്പസ് എന്താ? എങ്ങനെയെങ്കിലും ദാവീദിനെ നശിപ്പിക്കണം. അപ്പൊ ഇവിടെ ശൗൽ അടുത്ത നമ്പറായിട്ട് വരികയാണ്. എന്താന്ന് വെച്ചാൽ സ്വന്തം മകളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്തിനു വേണ്ടിട്ട് അവിടെ എടുത്തു പറയുന്നത്, എന്റെ കൈയല്ലേ ഫിലിസ്ത്യരുടെ കൈ അവന്റെ മേൽ വീഴുവാൻ സംഗതി വരട്ടെ എന്ന് ശൗൽ വിചാരിച്ചു. ദാവീദ് ശൗലിനോട്, രാജാവിന്റെ മരുമകനായിരിക്കാൻ ഞാൻ അപ്പൊ ശൗലിന്റെ അപ്പൊ ഇവിടെ അസ്ത്രാദികളും അസ്മാദികൾ എന്റെ പ്രതിഭവന് എന്തുള്ളൂ എന്ന് പറയും. അപ്പം ശൗല് മകളെ കെട്ടിച്ചു കൊടുക്കാതെ പറയും. പക്ഷെ ദാവീദ് അവിടെ പറയുന്നത്, ദാവീദ് ആരാണെന്ന് തിരിച്ചറിവ് വന്നു. നോർമലി ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം വെച്ചാൽ, എല്ലാവർക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആൾക്കാർ നമ്മളെ പുകഴ്ത്തി പാടുമ്പോൾ നമ്മൾ പയ്യൻ എയറിലാവും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ നേരെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വലിയ സംഭവങ്ങളൊക്കെ ഓഫറിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ അറിയാണ്ട് ഇതൊക്കെ ഞാൻ വലിയ സംഭവം ആയതുകൊണ്ട് എനിക്ക് വന്നതാന്നൊക്കെ വെച്ച് ഇതിനകത്തിട്ട് കയറി ചാടി വീഴാൻ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. പക്ഷേ ദാവീദ് ഇവിടെ പറഞ്ഞെന്താ വെച്ചാ, ഹല്ലേലൂയ, ഞങ്ങളുടെ കുടുംബം അത്ര വലുതൊന്നുമല്ല, ഞങ്ങൾ ഇതിന് ഞാൻ യോഗ്യനല്ല എന്ന്. കാരണം ദാവീദിന് ഹല്ലേലൂയ ആമേൻ യുദ്ധം ജയിക്കുമ്പോഴും എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുമ്പോഴും ദാവീദ് ആരാണെന്ന് ദാവീദിന്റെ ഉള്ളിൽ ഒരു ബോധമുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പലർക്കും ഇല്ലാത്ത കാര്യം അതാണ്. ഹല്ലേലൂയ.
ഇപ്പൊ ശുശ്രൂഷകരായ നമ്മളെപ്പോഴും പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അല്ലെ നമ്മുടെ ഹാലേലിയ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ വചനം എപ്പോഴും പഠിക്കാൻ എനിക്കിഷ്ടം. ഹാലേലിയ ഇന്ന് പല നമ്മളെ കാണുന്ന ദൈവദാസന്മാരെ എടുത്തു കഴിഞ്ഞാലും എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്ത് ശത്രുവിനെയൊക്കെ ഒന്ന് പരാജയപ്പെടുത്തി ആൾക്കാരൊക്കെ ഒന്ന് പുകഴ്ത്തി പാടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള് താഴെ കൊടുന്നല്ല നടക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ നേരെ വരുന്ന ശത്രു പല തന്ത്രങ്ങളും ഒക്കെ നമ്മുടെ നേരെ കൊണ്ടുവരും. ഇവിടെ നമുക്കറിയാം, ഇവിടെ പിശാചിന്റെ സ്ഥാനത്ത് നമ്മൾ ശൗലിനെ കാണുകയാണെങ്കിൽ ശൗൽ എന്തിനാ ഈ ഓഫർ കൊണ്ട് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദാവീദിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ദാവീദിനെ എങ്ങനെയും ശൗലിനെ കൊല്ലാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത ഇവിടെ കൊന്നു മുടിച്ചോളുമല്ലോ എന്ന് കരുതിയിട്ട് തന്നെയാ കൊണ്ടു കൊടുക്കുന്നത്. പക്ഷെ ഇത് പരിജ്ഞാനത്തോടെ അറിയാതെ ഹാലേലിയ പൊക്കി കൊടുക്കുമ്പോ പൊങ്ങിയിട്ട് ഏറിക്കൂടെ നടക്കുന്ന കുറെ പേര് നമുക്ക് കാണാം. പിന്നെ അവര് താഴോട്ട് ഇറങ്ങത്തില്ല, അവര് പിന്നെ ഏറി തന്നെ ആയിരിക്കും. എന്താ ഇങ്ങനെ ഇട്ട് ഓടിച്ചുകൊണ്ടേയിരിക്കും ഹാലേലിയ. അപ്പൊ അവിടെ സ്വന്തം വലിയ സംഭവമൊക്കെ കാണിച്ച് അല്ലെങ്കിൽ ഞാൻ വലിയ സംഭവം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഹാലേലിയ സംസാരം മാറി, നടപ്പ് മാറി, ഇരിപ്പ് മാറി എന്ന് പറയുന്ന പോലെ ഹല്ലേലൂയ അവരുടെ സ്റ്റാറ്റസിനെ അങ്ങ് ഭയങ്കരമായിട്ട് ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങും. ഇത് ആരുടെ തന്ത്രമാണ് തിരിച്ചറിയണമെങ്കിൽ ഈ വചനമൊക്കെ എടുത്തൊന്ന് വായിച്ചാൽ മതി. ശത്രുവിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ നേരെ ഓരോ കാര്യങ്ങൾ ഹല്ലേലൂയ കൊണ്ടുവരുമ്പോൾ, നമ്മുടെ നേരെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ, ഓരോരുത്തരും നമ്മളെ പുകഴ്ത്തി കഴിയുമ്പോൾ ഹല്ലേലൂയ നല്ലത് പറയുമ്പോഴൊക്കെ നമ്മൾ കയറി ഹല്ലേലൂയ അതിനെ കേട്ടോണ്ട് പയ്യെ അങ്ങോട്ട് പൊങ്ങി പോകരുത്. അതനുസരിച്ച് ഓടാൻ ശ്രമിക്കുക, അതനുസരിച്ച് എടുത്ത് ചാടരുത് ഹല്ലേലൂയ. കാരണം അവിടെയൊക്കെ നമ്മൾ അറിയാണ്ട് ശത്രു എന്തിനാ തന്ത്രം ഒരുക്കുന്നതെന്ന് മനസ്സിലാക്കണം ഹല്ലേലൂയ. ഇവിടെ അത് കഴിഞ്ഞ് നമുക്കറിയാം ഹല്ലേലൂയ ശൗല് കല്യാണ സമയമായപ്പോൾ അവളെ വേറെ ആക്കി കെട്ടിച്ചു കൊടുത്ത്. രണ്ടാമത് ശൗലിന്റെ അടുത്ത മകൾ ഇവനെ സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോഴും ശൗലിന് സന്തോഷം. എന്താ ഇവനെ എങ്ങനെയും ഒരുക്കാൻ വേണ്ടി അതൊരു കെടിയായിട്ട് ഇവന്റെ ജീവിതത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് താഴോട്ട് നോക്കുമ്പോ ഒക്കെ അറിയാം ദാവീദിനെ എന്നിട്ട് ഭൃത്യന്മാരെ വിട്ട് അവരോട് പറയിച്ച് അപ്പോഴൊക്കെ ശൗലിന്റെ ചിന്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫിലിസ്തീനയുടെ 100 പേരുടെ അഗ്രചർമ്മം വേണമെന്ന് പറയുമ്പോൾ അവിടെ ചെല്ലും, ഫിലിസ്തീനെ പിടിച്ചു കെട്ടും, ഇവനെ കൊന്നോളൂ, ഇവരെ കൈകാര്യം ചെയ്തോളൂ എന്നൊക്കെയാണ്. പക്ഷേ ദാവീദിന്റെ മേൽ ദൈവം പറഞ്ഞൊരു അഭിഷേകമുണ്ട്. ദൈവം പറഞ്ഞ വഴികൾ നടക്കുന്ന ദാവീദ്, സകലത്തും വിവേകത്തോടെ നടക്കുന്ന ദാവീദ്, ദൈവത്തിൽ ആശ്രയിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ദാവീദിനെ ഫിലിസ്തീനക്ക് തോൽപ്പിക്കാനൊന്നും പറ്റിയില്ല. ദാവീദ് ശൗല് 100 ചോദിച്ചപ്പോ ദാവീദ് 200 കൊണ്ട് കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ മകളെ കെട്ടിച്ചു കൊടുക്കേണ്ട ഗതികേട് തന്നെ വന്ന് മകളെ കെട്ടിച്ചു കൊടുത്തു. അതിന് അവസാനം നമ്മൾ പറഞ്ഞ യഹോവ ദാവീദിന്റെ കൂടെ ഉണ്ടെന്നും തന്റെ മകളായ മീകൾ അവനെ സ്നേഹിച്ചു എന്ന് ശൗൽ കണ്ടറിഞ്ഞപ്പോൾ ശൗൽ ദാവീദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു. ശൗൽ ദാവീദിന്റെ നിത്യശത്രുവായി തീർന്നു. ഹല്ലേലൂയ. അപ്പം തോൽപ്പിക്കാൻ പറ്റുന്നില്ല, പരാജയപ്പെടുത്താൻ പറ്റുന്നില്ല, ദൈവം കൂടെ ഉണ്ടെന്ന് കാണുമ്പോൾ ശത്രു പരാജയപ്പെട്ട് പിന്മാറുകയല്ല ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കേ. നമ്മൾ പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ തന്നെ ദൈവത്തിന്റെ വിവേകത്തിൽ നമ്മൾ നടക്കുന്നു എന്ന് കാണുമ്പോൾ ശത്രു പരാജയപ്പെട്ട ഓടിപ്പോയിക്കോളൂ, ഇനി എന്റെ നേരെ വരുത്തില്ല എന്നല്ല ഇവിടെ എഴുതിയേക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മുടെ പ്രാർത്ഥന കൂടുമ്പോൾ, നമ്മുടെ അഭിഷേകം വർദ്ധിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ കാണുന്ന ശൗല് പിന്നെ എന്തെങ്ങനെയുണ്ട്? ശൗൽ പിന്നെയും അധികം ഭയപ്പെട്ട് എന്നിട്ട് നിത്യശത്രുവായി തീർന്നു. അപ്പൊ ശത്രുവാകുന്ന പിശാച് നമ്മളെ വിടാതെ പിന്തുടരുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ കയറി തടസ്സം നിൽക്കുകയാണ്. അതൊരിക്കലും നിന്നെ കൊണ്ട് പ്രാപിപ്പിക്കത്തില്ല, നിനക്കത് ചെയ്തെടുക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് ശത്രു നിൽക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം. എവിടെയൊക്കെ ദൈവത്തിന്റെ വഴിയിലൊക്കെ നടക്കാൻ തുടങ്ങി ശത്രു നിന്നെ ഭയപ്പെടാൻ തുടങ്ങി. ഞാൻ പറയാം, ഇപ്പൊ ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യും. ഇപ്പൊ നമ്മുടെ പാകിസ്ഥാന്റെ ബോർഡറിൽ എന്തുകൊണ്ടാ എപ്പോഴും പട്ടാളക്കാരെ ഇട്ടേക്കുക? പിന്നെ വേറെ ഏതെങ്കിലും ബോർഡർ കൊണ്ട് അങ്ങനെ ഇട്ട് വെക്കുന്നുണ്ടോ? ഇല്ല. എന്താന്ന് വെച്ചാ ഇവരെ എപ്പ അവസരം കിട്ടിയാലും അടി കിട്ടുമെന്ന് അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് അവിടെ എപ്പോഴും ജാഗ്രതയോടെ പട്ടുള്ളൊക്കെ. അതുപോലെ തന്നെ ആ പിശാചും അവന്റെ കൂട്ടാളികളും എപ്പോഴും നമ്മളെ വാച്ച് ചെയ്യാനായിട്ടും നമ്മുടെ സകല വഴികൾ നോക്കിക്കൊണ്ട് അവന്റെ ആൾക്കാരെ നിയമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലായി, നിന്നെ ഭയപ്പെടുന്നുണ്ട്. അത് ചെറിയ ഭയമല്ല, അധിക ഭയം നിന്റെ മേലുണ്ട്, നിന്നെ കാണപ്പെടുള്ളത് കൊണ്ടാണ്. അപ്പൊ അവിടെ എന്താ വെച്ചാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഇടം കൊല്ലും.
നമ്മൾ ഏത് കാര്യത്തെ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചാലും അവിടെ എല്ലാം എന്തെങ്കിലുമൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്തുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും അവൻ വാച്ച് ചെയ്യും. ഹാലല്ലേ, നിങ്ങളുടെ മേൽ ഞാൻ പറയാം, അത് പലപ്പോഴും പലരും എന്നോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇന്നലെ കഴിഞ്ഞ ദിവസം ഹാലല്ലേ ഒരു ദൈവവേല നിൽക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാനായിട്ട് പൈസ ഇല്ല. അപ്പൊ അതിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു, അവരുടെ മേലുള്ള കോളിംഗ് ആണ് അവരുടെ മേലുള്ള ഫൈറ്റിങ്ങിന് കാരണം ദൈവം അവരെ കണ്ടിരിക്കുന്നത് കുടുംബമായ ശുശ്രൂഷകർ എല്ലാവരും നല്ല കൃപയാണ്. കുഞ്ഞുങ്ങളൊക്കെ 2 കുഞ്ഞുങ്ങളും പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളും നല്ല ദൈവകൃപയിലും ദൈവത്തിന് വേണ്ടി അധികമായിട്ട് പറയാം. പക്ഷേ ഇന്ന് ഫീസ് അടയ്ക്കേണ്ട ദിവസമാണ്. കേൾക്കുന്നുണ്ടോ? നെറ്റ്വർക്ക് അൺസ്റ്റേബിൾ എന്ന് കാണിക്കുന്നു. കേൾക്കുന്നുണ്ടോ? അപ്പൊ എന്നൊക്കെ പറഞ്ഞപ്പോഴും പരിശുദ്ധാത്മ ഞാൻ പ്രാർത്ഥിച്ച് പെട്ടെന്ന് ഇടപെട്ട കാര്യം എന്ന് വെച്ചാൽ അവരുടെ മേലുള്ള സ്കൂളിങ്, അവരുടെ മേലുള്ള സ്ട്രഗിളിന് കാരണം കാരണം വെച്ച് കഴിഞ്ഞാല് എങ്ങനെയൊക്കെ ഇവരെ ഞെരുക്കാവോ, എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാവോ എന്ന് ശ്രമിക്കുമ്പോ എന്തിനായിട്ടാ ഇവരിത് വെച്ചിട്ട് വീട്ടുകാരും രണ്ട് വീട്ടുകാരും ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തോണ്ടിരിക്കുക. എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം, ജോലിക്ക് പോകണം, മറ്റേണം മറിച്ചേണമെന്ന്. ഞാൻ തന്നെയാണ് ആലോചന പറഞ്ഞത്. അവര് സംശയത്തിലെത്തിയുമ്പോ ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞാൻ തന്നെ നിന്റെ മേൽ കിടക്കുന്ന കോളിങ് അതുകൊണ്ട് ദൈവത്തിന് ആത്മാ നിന്നോട് വന്ന് യോർദാൻ ക്രോസ് എത്തി പുറത്തോട്ട് പോകുന്ന നിനക്കൊരു വാക്തത്വമുണ്ട്. ഒരു കനാൻ ദേശം നിനക്ക് കാണാൻ പറ്റുന്നവർ, അതുകൊണ്ട് നിന്റെ മേൽ ദൈവത്തിന്റെ ശുശ്രൂഷ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഒരു മീറ്റിംഗ് വെച്ച് ആലോചന പറഞ്ഞ ഞാൻ തന്നെയാണ്. അവർ കൺഫ്യൂഷൻ ഇരിക്കുന്ന സമയത്ത്, കാരണം അവരെ ദൈവം കുടുംബമായി ശുശ്രൂഷിക്കാണ്ടിരിക്കുമ്പോൾ വീട്ടുകാരെല്ലാവരും അവരെ എങ്ങനെയെങ്കിലും ശുശ്രൂഷ പിന്തിരിപ്പിച്ച് ബിസിനസ്സോ ജോലിയൊക്കെ, ഞാൻ നിങ്ങൾ ബിസിനസ്സോ ജോലി എന്ത് തുടങ്ങിയാലും നിങ്ങൾ സക്സസ് ആകത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവരുടെ മേൽ കിടക്കുന്ന കോളേജ്. അപ്പൊ പറഞ്ഞ് 2-3 പ്രാവശ്യം ബിസിനസ് തുടങ്ങി എല്ലാം പൊട്ടിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാല് അവര് ഇനി തുടങ്ങിയാലും സക്സസ് ആകത്തില്ല. കാരണം വെച്ചാൽ പുള്ളി എവിടെ കിടക്കുന്ന വെച്ചാൽ ആ വിളിയിലേക്ക് തന്നെ അവർ സക്സസ് ആകത്തുള്ളൂ. അപ്പൊ ആ ഒരു സ്ട്രഗിൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഇന്നിങ്ങനെ കുഞ്ഞുങ്ങൾക്ക് 10ാം ക്ലാസ്സിലേക്ക് മൂത്ത കൊച്ചു കയറുകയാണ്. ഇന്ന് 9,000 രൂപ അവർക്ക് അടയ്ക്കണം, അവരിൽ കാശില്ല, അപ്പൊ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ അറിയിക്കുന്നുണ്ട്. നമ്മുടെ അവസ്ഥ നമുക്ക് അറിയാമല്ലോ, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്ന് ആ അവസ്ഥയിലായതുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ വിഷയം ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമെന്ന് ഞാൻ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു വന്ന സബ്ജക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മേലുള്ള കോളിംഗ് ആണ് അവരുടെ നേരിട്ടുള്ള ഫൈറ്റിങ്ങിനെ കാണാം. അപ്പൊ എന്താ അവിടെ പിശാച് നോക്കുമ്പോൾ ഇവരുടെ സാമ്പത്തികം അടച്ചു കഴിഞ്ഞ് അവരെ ക്ഷീണിപ്പിക്കാൻ പറ്റും. ഒരു രോഗം കൊണ്ടിട്ട് അവരെ ക്ഷീണിപ്പിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചില നിരന്തരമായിട്ട് നമ്മളോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ചിലത് കൊണ്ടിട്ടുകൊണ്ട് ശത്രു നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നെങ്കിൽ ഇങ്ങനെയും തോൽപ്പിക്കുന്ന ചിന്തയിൽ നിൽക്കുന്നെങ്കിൽ അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ദൈവത്തിന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നടക്കുന്നു എന്ന് തോന്നില്ല. തെറ്റിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരത്തില്ല. അവള് തെറ്റിപ്പോ എന്നാലും കടന്നോട്ടെ, അവിടെ കാണാൻ കടന്നുള്ളൂ, പല്ല് മുന്നോട്ട് പോകത്തില്ല. ഹല്ലേലൂയ. ഇപ്പൊ ട്രാക്കിലൊന്നും അല്ല ഓടുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. ട്രാക്കിൽ ഓടുന്നവനാണ് എങ്ങനെയും ട്രാക്കിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി നോക്കത്തുള്ളൂ. മനസ്സിലായി? അപ്പൊ ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇത് വായിച്ചുകൊണ്ടപ്പോൾ എനിക്ക് നല്ല തോന്നി. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. കാരണം നല്ലത് എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ഒരു നല്ലത് വിചാരിച്ച് ചെയ്താലും നമ്മുടെ നേരെ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അസൂയയാണ്, ഫൈറ്റിംഗ് ആണ്, വിടക്കാണ്. ഇത് ദാവീദ് യുദ്ധത്തിന് പോയി അവരെ തോൽപ്പിച്ചു സക്സസ്ഫുള്ളി മടങ്ങി വന്നത് കൊണ്ടാണ് ഈ വിഷയമെല്ലാം. ദാവീദ് പരാജയപ്പെട്ടായിരുന്നെങ്കിലോ ശൗൽ അസൂയ തോന്നുമായിരുന്നു, പ്രശ്നം വരുമായിരുന്നു? ഒന്നും വരത്തില്ലായിരുന്നു. കാരണം അപ്പൊ നല്ലത് ചെയ്യുമ്പോഴാണ് വിഷയം വരുന്നത്. പക്ഷേ നല്ലത് ചെയ്യുമ്പോൾ ശത്രു തലപൊക്കുമ്പോൾ നമ്മൾ അവിടെ ഭയപ്പെട്ടു പോകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ദൈവത്തിന്റെ ജ്ഞാനത്തിലും വിവേകത്തിലുമാണ് നടക്കുന്നത്. നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ അസൂയയുടെ സ്പിരിറ്റിനെ ആരും കുറച്ച് കാണരുത്. അത് തകർത്ത് കളയുന്ന പോലുള്ള സാധനമാണ്. വളരെ ശക്തിയോടെ ഇന്ന് ദൈവസഭയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. ഇന്ന് പുറമേ ഉള്ളേക്കാട്ടെ കൂടുതൽ അസൂയ ജാതികളിലും ഉണ്ട്, എല്ലാ മനുഷ്യരിലും ഉണ്ട്. കാരണം ഏത് മനുഷ്യനും തൊട്ടയൽക്കാരൻ നല്ലൊരു കാറ് വാങ്ങിച്ച് അങ്ങോട്ട് എത്തി നോക്കും. അയ്യോ, എവിടുന്ന് എത്രയും കാശൊക്കെ എന്ന് അറിയത്തില്ലല്ലോ, കൂടിയ കാറൊക്കെ വാങ്ങിച്ചേക്കുന്നില്ല, നല്ലത് മാത്രം ചിന്തിക്കത്തില്ലല്ലോ. വലിയൊരു വീട് വെച്ചാൽ പറയാം, ഓ ഈ ഇടയ്ക്കായിട്ട് എവിടുന്നാന്ന് അറിയത്തില്ല, നല്ല കാശൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും. കാരണം നമുക്ക് അതൊന്നും കൊച്ചുങ്ങള് നല്ല പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചാല് അവര് അപ്പൊ നമ്മുടെ വീട്ടിലില്ലാത്ത എന്തെങ്കിലും മറ്റുള്ളവരുടെ വീട്ടിൽ കണ്ടാൽ നമുക്ക് സഹിക്കത്തില്ല. ഇതാണ് അസൂയ. ഇത് സകല മനുഷ്യരിലും ഉണ്ട്.
ഹാലേ ഇതിനെ ജയിക്കണം, ദൈവമക്കൾ ഇതിനെ ജയിക്കണം. കാരണം വെച്ചാൽ മറ്റുള്ളവരുടെ ഹാലയില് നന്മയില് ഉയർച്ചയില് അവരുടെ ഹാലയില് അവർ ഓരോ സ്ഥലത്തും മുൻപിലേക്ക് വരുമ്പോൾ, സക്സസ് ആകുമ്പോൾ ഹാലയില് നമ്മൾ ഹാലയില് ഇവിടെ എന്ത് പരിജ്ഞാനത്തിൽ നിൽക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ എന്ത് പരിജ്ഞാനത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, നമ്മൾ ദൈവത്തിന്റെ ശരീരമാക്കുന്ന സഭയാണെന്നുള്ള പരിജ്ഞാനത്തിൽ നിൽക്കണം. ഈ കൈ ഒരു നല്ല കാര്യം ചെയ്താ ഈ കൈക്ക് അസൂയ വരണോ? വേണ്ട. കാരണം ഇതെന്റെ ഫുൾ ബോഡിയിലുള്ള ദൈവം തന്നിരിക്കുന്ന അവയവങ്ങളാണ്. ഇതിനെല്ലാത്തിനും ഓരോ കാര്യം ഫംഗ്ഷൻ ദൈവം കൊടുത്തിട്ടുണ്ട്. അവരെ നന്നായി ചിലപ്പോ നമ്മൾ കരക്കൊക്കെ അറിയുമ്പോൾ നമ്മുടെ കയ്യെ നന്നായിട്ട് അപ്പൊ കാല് ചേർക്കുക. ഇവ കുറെ നേരമായിട്ട് കൈ വെച്ചിട്ട് ഇങ്ങ് പണി, എന്നാൽ ഞാൻ കൈ കുറച്ചു നേരം അങ്ങോട്ട് എനിക്ക് ഞാൻ എന്നാ കാലിന്ന് പണി മുടക്കുക, അങ്ങോട്ട് നടന്നു ചെന്നിട്ട് അത് കഴുകാൻ അല്ലെങ്കിൽ ഇത് വേണ്ട, ഞാൻ സമ്മതിക്കത്തില്ല. കാലനങ്ങാതിരിക്കാൻ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ശരീരമാകുന്ന സഭ എന്ന പരിജ്ഞാനത്തിൽ നിൽക്കുകയാണെങ്കിൽ എന്റെ അവയവമാണ് ബാക്കിയുള്ളവരെല്ലാം. അപ്പൊ ഒരവയവം നല്ലത് ചെയ്യുമ്പോൾ മറ്റവയവങ്ങൾക്ക് സന്തോഷം വരേണ്ടുന്നത്. ഇത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയാ ചെയ്യുന്നത്. ഈ കൈ എന്ത് ചെയ്താലും എന്റെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. വായിലേക്ക് ഭക്ഷണം കൊണ്ടുപോകണം ഈ കൈ തന്നെ ഉപയോഗിക്കുന്നത് എന്നുള്ള ഈ ഒരു വെളിപ്പാടിലേക്ക് നമ്മൾ കയറിയില്ലെങ്കിൽ അസൂയ കാരണം മുടിച്ചു കളയും. സാറാമ്മ സിസ്റ്റർ ഒരു നല്ല മെസ്സേജ് പറയുമ്പം എനിക്കത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നില്ലെങ്കിൽ ഹാലേലൂയ എന്താ എന്നിൽ അസൂയ ഉണ്ടെന്നല്ലേ. ആ സമയത്ത് അത് കേൾക്കുമ്പോ അയ്യോ എന്റെ അവയവം തന്നെയല്ലേ ഹാലയില് അതേ നന്നായിട്ട് പ്രസംഗിക്കുന്നത്, നന്നായി എല്ലാരും ഇങ്ങനെ ആയിരുന്നെങ്കിലോ എന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേന് നമുക്ക് ഹാലയില് ഭയങ്കര സന്തോഷം തോന്നണം. അങ്ങനെ ഒരു വെളിപ്പാടിലേക്ക് നമ്മൾ അവിടെ ശൗലും ദാവീദും ന്യായപ്രമാണത്തിന്റെ കാലഘട്ടത്തിലാണ് ജീവിച്ച് അവര് ജഡികമായിട്ട് സകലം ചെയ്യുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ന്യായപ്രമാണത്തിന്റെ കാലഘട്ടത്തിലുമല്ല ജഡത്തിലുമല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആത്മാവിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ആത്മീയരായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ അപ്പോൾ തന്നെ പരിശുദ്ധാത്മാ ശക്തിയാലും ദൈവത്തിന്റെ വചനത്താലും അതിനെ ജയിക്കണം, അതിനെ പുറത്താക്കണം. ആരും അത് വെച്ചുകൊണ്ടിരിക്കരുത്. അസൂയ എന്നുള്ള സംഭവം എല്ലാ മനുഷ്യരും ഉണ്ടാകാം. പക്ഷേ അതിനെ കൂടുകെട്ടി അവിടെ പാർക്കാനായിട്ട് അനുവദിക്കരുത്. അപ്പൊ തന്നെ അതിനെ പുറത്താക്കി കളയണം. ഇല്ലെങ്കിൽ നമ്മളെ മൊത്തമായി നശിപ്പിച്ച് കളയും. നമ്മളെ മാത്രമല്ല, നമ്മൾ ആരോടാണ് അസൂയപ്പെടുന്നത് അവരുടെ ജീവിതത്തെ കുറിച്ച് നശിപ്പിക്കും. അതാണ് ഇതിന്റെ കുഴപ്പം. നമ്മൾക്ക് ദുരാത്മാവ് ഇരിക്കുന്നു മാത്രമല്ല, നമ്മളിപ്പോ ആരെ കുറിച്ചാണ് അസൂയപ്പെടുന്നത് അവരെ കൂടെ നശിപ്പിക്കാൻ അത് കാരണം. അതുകൊണ്ട് അതിനെ ഉപേക്ഷിച്ച് കളയുക. അടുത്ത് നമ്മൾ കണ്ടത് ദാവീദിനെ ഭയപ്പെടാൻ കാരണം വെച്ചാൽ ദാവീദ് സകല വഴികളും ദൈവത്തിന്റെ ആത്മാവിൽ എന്താ പറയാ ദൈവം കൂടെ ഇരുന്നത് കൊണ്ടും അവൻ സകല വഴി വിവേകത്തോടെ നടന്നു. അപ്പൊ നമ്മൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ സകല വഴി വിവേകത്തോടെ നടന്നു കഴിഞ്ഞാൽ ശത്രു നമ്മളെ ഭയപ്പെടാൻ തുടങ്ങും. ശത്രു ഭയപ്പെട്ടിട്ട് അടങ്ങിയിരുന്നത് ആരും വിചാരിക്കല് അവൻ നമ്മളെ തകർത്ത് കളയാൻ പല ഉപായങ്ങളും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. ഇത് ഉപായമാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഉണ്ടാകണം. വെറുതെ എയറിലേക്ക് പലരും പുകഴ്ത്തി പാടുമ്പം പൊങ്ങിപ്പോകരുത്. അവിടെയൊക്കെ നമ്മൾ നമ്മൾ ആരാണെന്ന് വിചാരിച്ച് നിൽക്കാനായിട്ട് നമ്മൾ എന്താണെന്ന് വിചാരിച്ച് സകല പുകഴ്ചയും നമ്മൾ നമ്മളിലൂടെ പ്രവർത്തിക്കുക ദൈവത്തിന് കൊടുക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പെട്ടുപോകത്തില്ല. അടുത്ത കാണുന്ന വെച്ചാൽ അപ്പൊ വീണ്ടും ശത്രു പലതന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുമ്പോഴും അവിടെ ലാസ്റ്റ് നമ്മൾ കാണുന്ന പോലെ പരാജയപ്പെടുത്താൻ പറ്റാതിരിക്കുമ്പോൾ എന്താ ദൈവത്തിന്റെ വിവേകത്തിലും ദൈവത്തിന്റെ ജ്ഞാനത്തിലും ഒക്കെ നടക്കുന്ന കാണുമ്പോൾ അവരെ ഏറ്റവും ഭയപ്പെടാൻ തുടങ്ങും. പിന്നെ നമ്മളെ നിത്യശത്രുവായിട്ട് പിശാചി കുറച്ചു ദിവസം കഴിയുമ്പോൾ നമ്മളോട് ശത്രുത്വം വിട്ടുകളയുന്നു, നമ്മളോട് കോംപ്രമൈസ് ആകുന്നല്ല. നമ്മൾ ദൈവത്തിന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും ദൈവത്തിന്റെ വാക്കനുസരിച്ച് നടക്കുകയാണെങ്കിൽ നമ്മളെ നിത്യശത്രുവായിട്ട് കാണാം. അപ്പൊ നിത്യശത്രുവായിട്ട് കണ്ട എപ്പോഴും ഒരു പോരാട്ടമുണ്ട് നമുക്ക്. ഇത് നമ്മൾ എവിടെ നമുക്ക് അവസരം കിട്ടിയാലും നമ്മുടെ ബിജപ്പാസ് എപ്പോഴും പറയുന്നത് എന്റെ പൊന്നാന്റി ഓരോരുത്തരൊക്കെ ചെന്നിട്ട് പ്രാർത്ഥിച്ചൊക്കെ പെട്ടതൊക്കെ ചിലപ്പോൾ നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടിന് പുറത്ത് ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടാവും. എന്തെങ്കിലും അവസരം കിട്ടുമ്പോൾ അകത്തോട്ട് കയറായിരുന്നു. ഇത് മറന്നു പോകരുത്. കാരണം ഇവരങ്ങ് പോകത്തില്ല. ഇത് നമ്മുടെ മതിലിനും പുറത്തൊക്കെ ഇങ്ങനെ ചുറ്റും എന്തെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് കയറാൻ വേണ്ടെന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരു കൂട്ടം ഉണ്ടെന്ന് മനസ്സിലാക്കും. ഒന്ന് കണ്ണ് ചിമ്മിയാൽ ശത്രു നുഴഞ്ഞു കയറുമ്പോൾ അതിർത്തിയിലൊക്കെ നുഴഞ്ഞു കയറുന്ന കാണുന്ന പോലെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നമ്മുടെ ഫോക്കസ് ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ കയറാൻ തയ്യാറായിട്ട് ശത്രു എപ്പോഴും നമ്മുടെ ചുറ്റുപാടും ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ വേണം നമ്മൾ മുൻപോട്ട്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഗൈഡ് ചെയ്യുമ്പോൾ
പോകുമ്പോൾ അതനുസരിച്ച് നമ്മൾ നടക്കാൻ പഠിക്കുക. നമ്മൾ വളരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലമല്ലാത്തതൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ ജയിച്ച് ഓരോ ദിവസം കഴിഞ്ഞ് മുൻപോട്ട് പോകാൻ ശ്രമിക്കാം. എവിടെയായാലും നമുക്കറിയാം ഹല്ലേലൂയ, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ വിവേകത്തിൽ നടന്ന് പോകുന്നിടത്തെല്ലാം ജയത്തോടു കൂടെ നമുക്ക് വരാൻ കഴിയും. ഹല്ലേലൂയ, ഈ ജയം തരുന്ന ദൈവത്തിന് സകല മഹത്വം കൊടുക്കുക. ഞാൻ പറയുന്നത്, നമ്മൾ ആത്മീയരായിരിക്കുമ്പോൾ നമ്മൾ എവിടെയൊക്കെ ശത്രു വീഴിക്കാൻ നോക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇതനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.